നമസ്കാരം. ഒരു നാട് മുഴുവൻ നെഞ്ചുരുകി പ്രാർത്ഥിച്ചിട്ടും കൈകൂപ്പി കാത്തിരുന്നിട്ടും ആരുടെ വിളി കേൾക്കാതെ സുഹാൻ മടങ്ങി. 6 വയസ്സുകാരന്റെ നിഷ്കളങ്കമായ ഒരു പിണക്കം ഇത്ര വലിയൊരു ദുരന്തമാകുമെന്ന് ആരും കരുതിയില്ല. സഹോദരനൊപ്പം TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ചെറിയൊരു പിണക്കത്തിലാണ് സുഹാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങിയത്. ആ കുഞ്ഞു പാദങ്ങൾ നടന്നെടുത്തത് മരണത്തിന്റെ ആഴങ്ങളിലേക്കും. മുത്തശ്ശിയും ബന്ധുക്കളും വീട്ടിലുണ്ടായിട്ടും നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രിയപ്പെട്ടവൻ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എങ്ങോ മറയുകയായിരുന്നു. 22 മണിക്കൂർ നീണ്ട ആകുലതകൾക്കൊടുവിൽ ഞായറാഴ്ച രാവിലെ ആ പിഞ്ചുമേനി കുളത്തിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ ചിറ്റൂർ ഒന്നടങ്കം വിതുമ്പി. മുഹമ്മദ് അനസ് തൗഹീദ ദമ്പതികളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു ആ 6 വയസ്സുകാരൻ. പ്രവാസിയായ അച്ഛന്റെയും അധ്യാപികയുടെയും അമ്മയുടെയും സങ്കടങ്ങൾക്ക് ആര് ആശ്വാസം നൽകും? ഒരു നാടിന്റെ പ്രാർത്ഥനകൾ വിഫലമാക്കി പ്രിയപ്പെട്ടവരുടെ നെഞ്ചിൽ കനലായി സുഹാൻ മടങ്ങി. ആ കുഞ്ഞു പുഞ്ചിരി ഇനി ചിറ്റൂരിന്റെ നൊമ്പരമായി തന്നെ നിലനിൽക്കും. സുഹാനെ കണ്ടെത്താനായി 21 മണിക്കൂർ നീണ്ട് നാടൊന്നാകെ തിരച്ചിൽ നടത്തിയെങ്കിലും തിരച്ചിലിനിടെ നിരവധി തവണ ആളുകൾ കടന്നുപോയ നഗരസഭയുടെ വലിയ കുളത്തിന്റെ മധ്യഭാഗത്തു നിന്നാണ് അവസാനമായി ആ 6 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ കാണാതായ സുഹാനെ ലക്ഷ്യമാക്കി പ്രദേശത്തെ കുളങ്ങളിലുടനീളം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലിലാണ് ഒടുവിൽ വേദനാജനകമായ കണ്ടെത്തലിലേക്ക് നയിച്ചത്. നാട്ടുകാർ കുളിക്കാനും തുണിയലക്കാനും ഉപയോഗിക്കുന്ന കുളത്തിന്റെ മധ്യഭാഗത്തായി കുഞ്ഞു സുഹാന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സുഹാനു വേണ്ടി പ്രദേശത്ത് കുളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കം മുതൽ പരിശോധന നടത്തിയത്. ശനിയാഴ്ച ഡോഗ് സ്ക്വാഡ് സമീപത്തെ മറ്റൊരു കുളത്തിൽ വരമ്പ് വരെ മണം പിടിച്ചു ചെന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധിക്കുവാൻ തീരുമാനമായത്. വീടിന് സമീപത്തായി 5ഓളം ആമ്പൽ കുളങ്ങളുണ്ട്. ആമ്പൽ കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമ്പോഴും ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ കുളം പരിശോധിച്ചിരുന്നില്ല. ഇതിന് ഒട്ടേറെ കാരണങ്ങളുണ്ടായിരുന്നു. ഇവിടേക്ക് പോലീസ് നായ എത്തിയില്ല എന്നതും വീടിന് 700 മീറ്റർ അകലെയുള്ള കുളത്തിലേക്ക് കുട്ടി നടന്നു എത്താൻ സാധ്യതയില്ലെന്നും രക്ഷാപ്രവർത്തനം നടത്തിയവർ കരുതി. അതേസമയം റോഡിനും കുളത്തിനും ഇടയിലായി കനാൽ ഉള്ളതിനാൽ നടന്നു പോകുന്ന കുഞ്ഞ് അബദ്ധത്തിൽ കുളത്തിൽ വീഴുവാനുള്ള സാധ്യതയില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. TV കാണുന്നതിനിടെ സഹോദരനുമായി പിണങ്ങിയാണ് സുഹാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇടയ്ക്ക് പിണങ്ങുമ്പോൾ ഇങ്ങനെ നടക്കാറുള്ളതും അല്പസമയത്തിനുള്ളിൽ തിരികെ വരുന്ന പതിവും സുഹാൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം സുഹാൻ പിണക്കം മാറ്റാതെയാണ് മടങ്ങിയത്. സുഹാന്റെ പിതാവ് മുഹമ്മദ് അനസ് വിദേശത്താണ്. സുഹാനായി കാണാതായി വിവരമറിഞ്ഞാണ് നാട്ടിലേക്ക് പുറപ്പെട്ടത്. പക്ഷേ നാടണഞ്ഞപ്പോൾ അറിഞ്ഞത് കുഞ്ഞു സുഹാന്റെ മരണ വാർത്തയും. സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായ മാതാവ് തൗഹീദ കുട്ടിയെ കാണാതാവുമ്പോൾ പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു. വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ സുഹാൻ റോഡിലൂടെ പോയിരുന്നെങ്കിൽ കൂടി ഈ കുളത്തിൽ വീഴാൻ സാധ്യത തീരെയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിനെയും കുളത്തെയും വേർതിരിച്ച് ഒരു കനാലുണ്ട്. ഇത് ചാടി മറികടക്കുവാൻ സുഹാന് കഴിയുമായിരുന്നില്ല. അതേസമയം ഒടിഞ്ഞ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഒരു കഷ്ണമാണ് കനാലിന് കുറുകെ പാലം പോലെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലൂടെയും സുഹാന് കനാലിൽ വീഴാതെ പോകാനാകുമോ എന്ന സംശയവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. മരണത്തിൽ ദുരൂഹത സംശയിക്കുവാനുള്ള മറ്റൊരു പ്രധാന കാരണം കുട്ടിയെ കാണാതായ സമയം ഈ കുളത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. കുളത്തിൽ കുളിക്കുവാനും മീൻ പിടിക്കുന്നതിനുമായി കുട്ടികൾ ഈ സമയം ഉണ്ടായിരുന്നു. അവരാരും തന്നെ സുഹാനെ കണ്ടിരുന്നില്ല. സുഹാന്റെ മരണത്തിൽ അന്വേഷണം തുടരുമെന്നാണ് ചിറ്റൂർ പോലീസ് വ്യക്തമാക്കിയത്. CCTV ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നു. സുഹാന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് ആരോപണങ്ങൾ ഉയരുമ്പോൾ തന്നെ ചിറ്റൂരിൽ മരിച്ച 6 വയസ്സുകാരനത് മുങ്ങി മരണം തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സുഹാന്റെ ശരീരത്തിൽ സംശയാസ്പദമായ മുറിവുകളോ പരിക്കുകളോ ഇല്ലെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ സംസ്കാര ചടങ്ങുകളും നടന്നു. സുഹാന്റെ മൃതദേഹം ആദ്യം സുഹാൻ പഠിച്ച അമ്പാട്ടുപാളയം റോയൽ ഇന്ത്യൻ സ്കൂളിലേക്കാണ് എത്തിച്ചത്. ശേഷം എരുമങ്കാടുള്ള മാതാവിന്റെ വീട്ടിലും ചിറ്റൂർ നല്ലേപ്പിള്ളിയിലുള്ള പിതാവിന്റെ വീട്ടിലും പൊതുദർശനത്തിന് വയ്ക്കുകയായിരുന്നു. തുടർന്നായിരുന്നു ഖബറടക്കം നടന്നത്. സുഹാനെത്തിയ ഈ വഴിയിലൂടെ സുഹാന്റെ ഉമ്മ പോയതായാണ് സൂചനകൾ. ഒരുപക്ഷെ അവന്റെ ഉമ്മയെ തിരക്കിയാവാം ആ വഴിയിലൂടെ ആ കുരുന്നു നടന്നത്. പക്ഷെ എങ്കിൽ പോലും ആളും അനക്കവും ഉണ്ടായിരുന്ന ഈ വഴിയിൽ കുഞ്ഞു സുഹാനെ ആരും കാണാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം അവർക്കാർക്കും തന്നെ ഈ കുളത്തിൽ തന്നെ ഈ സുഹാൻ ഉണ്ട് എന്ന് മനസ്സിലാകാതെ പോയത്? തീർച്ചയായിട്ടും ആ നാട് മുഴുവൻ സുഹാന് എന്താണ് സംഭവിച്ചെന്ന് അറിയുവാൻ കാത്തിരിക്കുകയാണ്. ഒരു കുടുംബം മുഴുവൻ വിറങ്ങലിച്ചിരിക്കുകയാണ്. കളിച്ചിരിയുമായി നടന്ന ആ സുഹാൻ അവൻ എന്ത് പറ്റി? അതൊരു മുങ്ങി മരണമാണെങ്കിൽ കൂടി എങ്ങനെ അവിടേക്ക് എത്തി എന്നതാണ് അവർക്ക് അറിയേണ്ടതും.